2025 എന്ന വർഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായമായി മാറാൻ പോകുകയാണ്. ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യയ്ക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. കാരണം ട്രംപിന്റെ ചൈന വിരുദ്ധ നയങ്ങൾ ഇന്ത്യയ്ക്ക് വലിയ അവസരങ്ങൾ തുറന്നുതരും. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് തന്നെ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ ശക്തമായിരുന്നു. ഇപ്പോൾ അത് കൂടുതൽ മെച്ചപ്പെടാനാണ് സാധ്യത. രണ്ടാമത്തെ പ്രധാന ഘടകം ചൈനയുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ചൈനയുടെ സമ്പദ്വ്യവസ്ഥ ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുകയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രതിസന്ധി, ഉയർന്ന യുവജന തൊഴിലില്ലായ്മ, വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക അസമത്വം എന്നിവയെല്ലാം ചൈനയെ വലക്കുകയാണ്. ഇത് ലോകത്തിലെ വലിയ കമ്പനികൾ ചൈനയ്ക്ക് പുറത്തേക്ക് നോക്കാൻ കാരണമാകുന്നു. ഇവിടെയാണ് ഇന്ത്യയ്ക്ക് വലിയ അവസരം തെളിയുന്നത്. മൂന്നാമതായി, റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും. ഇരു രാജ്യങ്ങളുമായും നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യയ്ക്ക് മധ്യസ്ഥ ശക്തിയായി ഉയരാനുള്ള അവസരമാണിത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുന്നതോടൊപ്പം അമേരിക്കയുമായുള്ള സൈനിക സാങ്കേതിക സഹകരണവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് കഴിയും. നാലാമതായി, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 2025 കൂടുതൽ ശക്തമാകും എന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ പദ്ധതികളുടെ ഫലം ഇപ്പോൾ പുറത്തുവരാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടർ വളരെ വേഗം വളരുകയാണ്. ആപ്പിൾ പോലുള്ള വൻകിട കമ്പനികൾ ഇന്ത്യയിൽ നിർമ്മാണം തുടങ്ങിയത് ഇതിന്റെ തെളിവാണ്. അഞ്ചാമതായി, ഇന്ത്യയുടെ ടെക്നോളജി മേഖല വലിയ കുതിച്ചുചാട്ടത്തിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്പേസ് ടെക്നോളജി, ഗ്രീൻ എനർജി എന്നീ മേഖലകളിൽ ഇന്ത്യ വലിയ മുന്നേറ്റം നടത്തുകയാണ്. ചന്ദ്രയാൻ 3ന്റെ വിജയം, ആദിത്യ-1 ദൗത്യം, ഗഗൻയാൻ പദ്ധതി എന്നിവയെല്ലാം ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ കരുത്ത് വ്യക്തമാക്കുന്നു. ആറാമതായി, ഇന്ത്യയുടെ സൈനിക ശക്തി വർദ്ധിച്ചുവരികയാണ്. നമ്മുടെ സൈന്യം കൂടുതൽ ആധുനികവൽക്കരണത്തിലേക്ക് നീങ്ങുകയാണ്. റഫാൽ യുദ്ധവിമാനങ്ങൾ, S-400 മിസൈൽ പ്രതിരോധ സംവിധാനം, സ്വദേശി നിർമ്മിത വിമാനവാഹിനി കപ്പലുകൾ എന്നിവയെല്ലാം നമ്മുടെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുന്നു. ഏഴാമതായി, ഇന്ത്യയുടെ സ്വാധീനം അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിച്ചുവരികയാണ്. G20 അധ്യക്ഷ സ്ഥാനം, ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗത്വം, ക്വാഡ് സഖ്യത്തിലെ സജീവ പങ്കാളിത്തം എന്നിവയെല്ലാം ഇന്ത്യയുടെ നയതന്ത്ര മേഖലയിലെ നേട്ടങ്ങളാണ്. എട്ടാമതായി, ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ വലിയ നിക്ഷേപങ്ങൾ നടത്തുകയാണ്. സൗരോർജ്ജം, കാറ്റാടി ഊർജ്ജം, ഹരിത ഹൈഡ്രജൻ എന്നിവയിൽ ഇന്ത്യ മുന്നിലാണ്. ഒൻപതാമതായി, ഇന്ത്യയുടെ യുവജനശക്തി വലിയ മുതൽക്കൂട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ഈ ജനസംഖ്യാപരമായ നേട്ടം നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. പത്താമതായി, ഇന്ത്യയുടെ ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥ ശക്തമാകുന്നു. UPI, ഡിജിറ്റൽ ഇന്ത്യ, ഡിജിറ്റൽ രൂപ തുടങ്ങിയവ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ മാറ്റിമറിക്കുകയാണ്. 2025 ഇന്ത്യയുടെ വർഷമാകുമെന്നതിൽ സംശയമില്ല. നമ്മുടെ സാമ്പത്തിക വളർച്ച, സാങ്കേതിക പുരോഗതി, സൈനിക ശക്തി, നയതന്ത്ര മികവ് എന്നിവയെല്ലാം ഇന്ത്യയെ ലോകത്തിലെ പ്രധാന ശക്തിയാക്കി മാറ്റും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരം വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.